പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകളിൽ ആലുവ പേങ്ങാട്ടുശ്ശേരി അൽഹിന്ദ് പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. ഇന്നാദ്യം ഒരു നാടൻപാട്ട് കേൾക്കാം. പാടുന്നവർ ദിയാന ഫാത്തിമ, ആയിഷ മെഹറിൻ, നാദിയ നസ്മിൻ. തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര എന്നെ ചാച്ചായെന്നെ പൊന്നച്ചാച്ചായെന്നെ നെല്ലൊന്ന് കുത്തിത്താ പേറ്റിത്തായേ തകതാരിക ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര മുണ്ടകൻ പാടത്തെ മറുകുണ്ണം കൊയ്തപ്പോൾ അവിടുന്നു കിട്ടിയ വിത്തു നെല്ലാണിത് ഏ തകതാരിക ഏ തകതാരിക ഏ തകതാരിക ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ഇഞ്ചത്താറായില്ലേ ജോണ്ണച്ചാച്ചാനെ വട്ടം പീഡിച്ചെന്റെ നട്ടല്ലോടിഞ്ഞു പോയേ തകതാരിക ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ചെറുകറുക ചെമ്പാവു ചെത്തി വീരി പദമുണ്ടാകാൻ നല്ലത് പൊക്കാളി നെല്ല് മുറ്റത്തടുപ്പിലെ ചെമ്പിലെടുത്തിട്ട് ചപ്പും ചാവാറും കത്തിച്ച് പുഴുങ്ങിട്ട് തീക്കുണ്ടം വെയിലത്തുണക്കി എടുത്തിട്ടൊരൊരലെടുത്തിട്ടൊരൊലക്ക എടുത്തിട്ട് തക്കിട തരികിട താളം പിടിച്ചൊന്ന് കുത്തി താരിക ഒന്ന് പേറ്റി താരിക ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ചെറുകറുക ചെമ്പാവു ചെത്തി വീരി പദമുണ്ടാകാൻ നല്ലത് പൊക്കാളി നെല്ല് ചെറുകറുക ചെമ്പാവ് ചെത്തി വീരി പദമുണ്ടാകാൻ നല്ലൊരു പൊക്കാളി നെല്ല് ചെറുകറുക ചെമ്പാവു ചെത്തി വീരി പദമുണ്ടാകാൻ നല്ലത് പൊക്കാളി നെല്ല് മുറ്റത്തടുപ്പിലെ ചെമ്പിലെടുത്തിട്ട് ചപ്പും ചവറും കത്തിച്ചു പുഴുങ്ങിട്ട് തീക്കുണ്ടം വെയിലത്തുണക്കി എടുത്തിട്ടൊരലെടുത്തിട്ടൊരലക്കെടുത്തിട്ട് തക്കിട തരികിട താളം പിടിച്ചൊന്നു കുത്തി താരിക ഒന്ന് പേറ്റി താരിക തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ആകുത്തിയിടുത്തരി പത്രത്തിലാക്കിയിട്ട് വെള്ളമൊഴിച്ചു കഴുകി എടുത്തിട്ടൊരഞ്ചെട്ടെണ്ണത്തിനു വെച്ചു വിളമ്പാൻ പുത്തൻ കാലത്തിൽ അടുപ്പിലെടുത്തിട്ട് കൊത്തുമ്പും കൊഞ്ഞാട്ടും പോർക്കാട്ടിമിട്ട് കത്തിച്ചോ വേവിച്ചോ നാത്തൂനെ ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര കുത്തിയെടുത്ത് മുറത്തിലെടുത്തിട്ട് പെറ്റിയെടുത്തുമി മാറ്റിയെടുത്തിട്ട് താവിടും താവലും തെള്ളിയെടുത്തിട്ട് ചക്കര പിരെ കൂട്ടിയടിച്ച് കുഴച്ചങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് തിന്നാൻ അങ്ങട്ട് തോന്നണ് തിന്നാൻ അങ്ങട്ട് തോന്നണ താത്തിക്കും നാത്തൂനും കൊച്ചു കിടാത്തിക്കും നാവിൽ കൊതി വെള്ളമൂറണ് നാവിൽ കൊതി വെള്ളമൂറണ നാവിൽ കൊതി വെള്ളമൂറണ് ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര അരിയൻ കാവിലെ വിലക്ക് പോകാൻ നീയൊന്നൊരുങ്ങടിക്കൊച്ചാരിക്കാളി ഏ തകതാരിക ദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര
തകതാദിനും തിമിത്തയ്യാദിനും തിമിത്താദിനും തിമിത്തയ്യാരാ. തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിത്തയ്യാദിനും തിമിത്താദിനും തിമിത്തയ്യാര. തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിത്തയ്യാദിനും തിമിത്താദിനും തിമിത്തയ്യാര. തിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിത്തയ്യാദിനും തിമിത്താദിനും തിമിത്തയ്യാരാ. അടുത്തതായി ആയിഷ ദിയ പാടുന്ന ലളിതഗാനം. അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ. കർമ്മധർമ്മങ്ങൾ തൻ പാഠം പഠിപ്പിച്ച പുണ്യവിദ്യാലയമേ, ധ്യാനധന്യകാവ്യാലയമേ, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ. ദാനമനസ്സിനാൽ ദേവനെ തോൽപ്പിച്ച ഭാവന നിന്റെ സ്വന്തം, ദാനമനസ്സിനാൽ ദേവനെ തോൽപ്പിച്ച ഭാവന നിന്റെ സ്വന്തം. സൂര്യ തേജസ്സു പോൽ വാണോര ഭാർഗവർ രാമനും നിന്റെ സ്വന്തം. അതിഥിക്കായി സ്വാഗത ഗീതങ്ങൾ പാടിയോ രറബിക്കടൽ തിര നിന്റെ സ്വന്തം. കൂത്തുകെട്ടും കൂടിയാട്ടം കണ്ടും തിരനോട്ടം കണ്ടുമെന്നെ ഞാനറിഞ്ഞു, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ. ജീവരഹസ്യങ്ങൾ ചൊല്ലിയ തുഞ്ചത്തെ ശാരിക നിന്റെ ദാനം, ജീവരഹസ്യങ്ങൾ ചൊല്ലിയ തുഞ്ചത്തെ ശാരിക നിന്റെ ദാനം. സാഹിത്യമഞ്ജരി പുൽകിയ കാമന കൈമുദ്ര നിന്റെ ദാനം. കലകൾ തൻ കളകാഞ്ചി ചിന്തുന്ന നിളയുടെ ഹൃദയ സുബാനവും നിന്റെ ദാനം. പമ്പ പാടി പെരിയാറു പാടി രാഗതാളങ്ങളിൽ എന്നെ ഞാനറിഞ്ഞു, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ. കർമ്മധർമ്മങ്ങൾ തൻ പാഠം പഠിപ്പിച്ച പുണ്യവിദ്യാലയമേ, ധ്യാനധന്യകാവ്യാലയമേ, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ. അടുത്തതായി ഹയാ തസ്മിൻ പാടുന്ന ഒരു അറബി ഗാനം. അലൽ ഫർഹി റജാഉന തജന്നബ മിൻ ഫുജ്രി, അലൽ ഫഖരി ഫനാഉന തജമ്മൽ ബിൽ ഖൈരി, ഹവാലൈന തളായഖന ഹവാലൈന തളായഖന من الهد تجاوزنا من الفساد على الهور أناسنا سلامتنا تفني ودمرنا هوالنا شهامتنا تردي وجود قد فدو بالحسن جهرا وجود قد فدو بالحسن جهرا وطهر يا على الفرح رجاعنا تجنب من فجري
على الفخر فناعنا تجمل بالخير لاهت العارة في الإنسان طارت العاهة في البلدان لاهت العارة في الإنسان طارت العاهة في البلدان نقي نقي أفافق يا نقي نقي أفافق يا شبابنا دنسا على الفرح رجاعنا تجنب من فجري على الفخر فناعنا تجمل بالخير زادت الشاشة بالأقدار زالت الراحة بالأوزار زادت الشاشة بالأقدار زالت الراحة بالأوزار فشا نشا بهذا لنا فشا نشا بهذا لنا سرورنا عدما على الفرح رجاعنا تجنب من فجري على الفخر فناعنا تجمل بالخير يا ربي ارحمنا نقمة حولة احفظنا يا ربي ارحمنا نقمة حولة احفظنا دفع بنا مصيبتنا دفع بنا مصيبتنا هزاعنا أربا على الفرح رجاعنا تجنب من فجري على الفخر فناعنا تجمل بالخير هذا علينا تضايقنا هذا علينا تضايقنا من الهد تجاوزنا من الفساد على الهور أناسنا سلامتنا تفني ودمرنا هوالنا شهامتنا تردي وجود قد فدو بالحسن جهر وجود قد فدو بالحسن جهر وطهر يا على الفرح رجاعنا تجنب من فجري على الفخر فناعنا تجمل بالخير. ഇനി ഒരു പ്രസംഗമാണ് ഹെന സുമയ്യ അവതരിപ്പിക്കുന്നു. ഇതോ വാർദ്ധക്യം ഇതോ വാർദ്ധക്യം ഞാൻ മറന്നു പൂക്കളെ കിളികളെ മണിച്ചിരികളെ മതിച്ചിളകും പാടത്തെ ഇളം നിലാവിനെ. മഹാകവയത്രി സുഗതകുമാരിയുടെ ഈ വരികളിലൂടെ വാർദ്ധക്യത്തെ പിന്തള്ളുന്ന യുവതലമുറ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയട്ടെ. മനുഷ്യജീവിതത്തിന്റെ സായാഹ്നകാലമാണ് വാർദ്ധക്യം. അത് ചിലർക്ക് തേജോമയമാകാം, മറ്റു ചിലർക്ക് തമോമയവും. ഏവർക്കും അനിവാര്യമായ അവസ്ഥയാണ് വാർദ്ധക്യം. അത് ആരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നില്ല. കാരണം മൃത്യുവിന്റെ മുന്നോടിയാണ്. വാർദ്ധക്യം പ്രായമാകലല്ല, മറിച്ച് വിധിക്കപ്പെട്ട നിയോഗങ്ങളുടെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. വാർദ്ധക്യത്തിലേക്കുള്ള യാത്ര അത് ജീവിതയാത്ര എന്ന മഹാനാടകത്തിലെ ഒരു രംഗാഭിനയ മുഹൂർത്തങ്ങളുടെ അന്ത്യത്തിലെ തിരശീല വീഴുന്നതാണ്. അവിടെ മറ്റൊരു രംഗത്തിനായുള്ള തിരശീല ഉയരുന്നുണ്ടാകും. എന്നാൽ ആ രംഗത്തെ വിലയിരുത്തേണ്ടത് ഇന്നത്തെ യുവതലമുറയാണ്. ഇതാണ് ഇനി അമ്മയുടെ ഭവനം, ഇവിടെയുള്ളവരാണ് ഇനി അമ്മക്ക് കൂട്ട്, വെച്ചുരുവിനിയ ബാണ്ടക്കെട്ടവിടെ. ഇതാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് വാർദ്ധക്യത്തോടുള്ള സമീപനം. കാലചക്രത്തിന്റെ വേഗത കൂടിയപ്പോൾ വഴിയിലെവിടെയോ തലമുറകൾ തമ്മിലുള്ള അന്തരം വർദ്ധിക്കാൻ തുടങ്ങി. അവഗണന കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഇന്ന് നമ്മുടെ നാടിനൊരു ശീലമായി മാറിയിരിക്കുകയാണ് വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലോ വഴിയോരങ്ങളിലോ ഉപേക്ഷിക്കുക എന്നത്. സ്വത്തുക്കൾ വീതം വെക്കുന്നതിന് മാത്രമായിരിക്കും ചിലർക്ക് മാതാപിതാക്കളെ വേണ്ടുന്നത്. അത് കഴിഞ്ഞാൽ കറിയിലെ കറിവേപ്പില പോലെ പിന്തള്ളപ്പെടുന്നു.
ഹേ സമൂഹമേ, എന്തിനേറെ പറയുന്നു, ഇന്ന് കുടുംബങ്ങളിൽ പോലും വൃദ്ധരായ മാതാപിതാക്കളെ അധികപ്പറ്റായാണ് കണക്കാക്കപ്പെടുന്നത്. ഒട്ടും സമയമില്ലാത്ത മക്കൾക്ക് ഒരസൗകര്യമാണവർ. കൊച്ചുമക്കളാണെങ്കിൽ അവരുടെ സമീപത്ത് പോലും അടുക്കുകയില്ല. തീരെ കിടപ്പാകുമ്പോൾ ഒരു ഹോം നഴ്സിനെ ഏർപ്പാടാക്കും. ഇന്നത്തെ അണുകുടുംബങ്ങളിൽ ആർക്കാണ് അവരെ പരിചരിക്കാൻ സമയം? ചിലർ അവരെ സ്വന്തം നാടുകളിൽ തനിച്ചാക്കി വിദേശത്തേക്ക് ചേക്കേറുന്നു. എന്നാൽ ഇതിലും ക്രൂരമായ സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടും സ്വത്തിനു വേണ്ടിയും സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊല്ലുന്ന അവസ്ഥയാണ്. എന്തൊരു വേദനാജനകം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സുന്ദരമായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. മാതാപിതാക്കളെ ദൈവമായി കണ്ട് അവരുടെ വാക്കുകൾ അനുസരിച്ച് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ സുന്ദരമായ കാലം. കഷ്ടതകളും വേദനകളും സഹിച്ച് മക്കളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകുന്ന പ്രതിഫലം വൃദ്ധസദനമാകരുത്, മറിച്ച് ആ പണ്ടത്തെ സുന്ദരമായ കാലമാകണം. അവരെ താണുവഴങ്ങിയില്ലെങ്കിലും താഴ്ത്തരുത്. ഉദയസൂര്യനേക്കാൾ ഭംഗി അസ്തമയ സൂര്യനാണെന്ന യാഥാർത്ഥ്യത്തെ നാം വിസ്മരിക്കരുത്. നമ്മൾ എല്ലാവരും ഒരു നാൾ ഈ യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവരാണ്. അതുകൊണ്ട് നാം എന്തു കൊടുക്കുന്നുവോ അതേ നമുക്ക് തിരിച്ചു കിട്ടൂ എന്ന സത്യത്തെ വിളിച്ചോതിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അടുത്തത് ഹിന്ദി പദ്യപാരായണം. ചൊല്ലുന്നത് അലോന ബെന്നി. आज मैं आपके समक्ष प्रमुख कवि विकास बंसल की एक प्रेरणादायक कविता प्रस्तुत करने जा रही हूँ. इसका शीर्षक है तुम मुझको कब तक रोकोगे. मुट्ठी में कुछ सपने लेकर भरकर जेबों में आशाएं, दिल में है अरमान यही कुछ कर जाएं, कुछ कर जाएं. सूरज सा तेज नहीं मुझ में, दीपक सा जलता देखोगे. अपनी हथ रोशन करने से तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे. मैं उस माटी का वृक्ष नहीं जिसको नदियों ने सींचा है. बंजर माटी में पलकर मैंने मृत्यु से जीवन खींचा है. मैं पत्थर पर लिखी इबारत हूँ, शीशे से कब तक तोड़ोगे. मिटने वाला मैं नाम नहीं, तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे. इस जग में जितने सुल नहीं उतने सहने की ताकत है. तानों के भी शोर में रहकर सच कहने की आदत है. मैं सागर से भी गहरा हूँ, तुम कितने कणकट फेंकोगे. चुन चुन कर आगे बढ़ूंगा मैं, तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे. धन्यवाद. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിച്ചത് ആലുവ പേങ്ങാട്ടുശ്ശേരി അൽഹിന്ദ് പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. നിർവഹണം ലൗലി. സഹായം ബിന്ദു വേണു.